വെൽക്കം ടു കെഎൻറ്റില ഫിസിക്സ് അക്കാഡമി. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടറ്റ് കാറ്റഗറി 3 മാത്തമെറ്റിക്സ് ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നതിൽ 35ാമത്തെ ന്യൂറിക്കൽ പ്രോബ്ലമാണ്. 35ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് പഠിച്ചിരിക്കുക, എസ് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. ഇനി നമുക്ക് അതിൽ വരുന്ന 36ാമത്തെ ന്യൂമറിക്കൽ പ്രോബ്ലം അതെങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ 36ാമത്തെ പ്രോബ്ലം എന്ത് തന്നെയാണ്, ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ തന്നേക്കുന്നു. ആ ഇക്വേഷൻ അനുസരിച്ചിട്ട് അതിൻ്റെ ആൻസർ എത്രയാണെന്നാണ് പറയാനായിട്ട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. സോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് പഠിച്ചിരിക്കുക, മിഡ് പോയിൻറ്റ്സ് ഓഫ് ദി ക്ലാസ്സസ് എന്നുള്ളതാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ ആൻസർ? മിഡ് പോയിൻറ്റ്സ് ഓഫ് ദി ക്ലാസ്സസ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ആ ക്വസ്റ്റ്യനിൽ എ എന്ന് പറയുകയാണെങ്കിൽ അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. എ എന്ന് പറയുകയാണെങ്കിൽ ഈസ് അസ്യൂംഡ് മീൻ ഫ്രം ക്ലാസ് മാർക്ക് ആണെന്നുള്ളത് പഠിച്ചിരിക്കുക. അപ്പോൾ അതിൽ എ എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ എന്താണ് മീൻ ഫ്രം ക്ലാസ് മാർക്സ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ക്ലാസ് മാർക്സ് XI. ഇനി അതിൽ DI എന്നുള്ളത് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. DI എന്ന് പറയുകയാണെങ്കിൽ അത് XI മൈനസ് A ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. സോ D ഈസ് ദ ഒബ്സർവേഷൻ ഓഫ് ക്ലാസ് മാർക്ക് അല്ലെങ്കിൽ മിഡ് വാല്യൂ എന്ന് പറയാം ഫ്രം ദ അസ്യൂംഡ് മീൻ A. ഓക്കെ, അപ്പോൾ DI എന്ന് പറയുകയാണെങ്കിൽ XI മൈനസ് A ആണ്. ദാറ്റ്സ് ഈക്വൽ ടു, നമുക്ക് ഒരു കാര്യം പറയാം, ആ പോയിന്റ് അപ്പം എന്താണ്, ഡീവിയേഷൻ ഓഫ് ക്ലാസ് മാർക്ക്. അത് നമുക്ക് ബ്രാക്കറ്റിൽ നമുക്ക് ഇങ്ങനെയും കൂടിയും പറയാനായിട്ട് പറ്റും. എന്താണ്, മിഡ് വാല്യൂ ഫ്രം ദി അസ്യൂംഡ് മീൻ A എന്ന പേരിൽ നമുക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. കിട്ടിയില്ലേ? ഇനി അതിൽ വരുന്ന 37ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 37ാമത്തെ ക്വസ്റ്റ്യൻ വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. സോ 37ാമത്തെ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് നമുക്ക് എന്ത് പറയാം, എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ I ഈക്വൽ ടു 1 to n fi xi ഡിവൈഡഡ് ബൈ n ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ലേ. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സിഗ്മ I ഈക്വൽ ടു 1 to n fi xi ഈസ് ഈക്വൽ ടു n ഇൻറ്റു എക്സ് ബാർ എന്ന് നമുക്ക് മാർക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് ഇങ്ങനെയാണ് വരിക, സിഗ്മ I ഈക്വൽ ടു 1 to n xi ബാർ എന്ന് പറയുകയാണെങ്കിൽ ബേസിക്കലി അത് റെപ്രസെൻറ്റ് ചെയ്യുന്ന എന്താണ്, XI എന്ന് പറയുന്നതിൻ്റെ ആ മീനിൻ്റെ n ടൈംസിനെയാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് എക്സ് ബാർ പ്ലസ് എക്സെട്ര പ്ലസ് n ടൈംസിനെയാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സിഗ്മ I ഈക്വൽ ടു 1 to n xi ബാർ ഈക്വൽ ടു n x ബാർ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്നും ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്നും മാർക്ക് ചെയ്യാം. ഇനി എന്താ വേണ്ടത്, ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം കൂടി നമ്മൾ കമ്പയർ ചെയ്യുന്നു. കമ്പയർ ചെയ്തതിന് ശേഷം നമുക്ക് എന്താ പറയുക, സിഗ്മ I ഈക്വൽ ടു 1 to n fi xi ഈസ് ഈക്വൽ ടു സിഗ്മ I ഈക്വൽ ടു 1 to n xi ബാർ എന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സിഗ്മ I ഈക്വൽ ടു 1 to n fi xi മൈനസ് എക്സ് ബാർ ദാറ്റ്സ് ഈക്വൽ ടു എന്തായിട്ട് മാറും, 0 എന്ന് പറയുന്ന റിസൾട്ട് നമുക്കവിടെ ലഭിക്കുകയാണ് ചെയ്യുന്നത്. പ്രോബ്ലം ചെയ്യാം, ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.